ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്. അതായത് HSA പാർട്ട് എ ആണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്ന കുട്ടികൾക്കും ഉപകാരപ്രദമായ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് HSA സിലബസ് പ്രകാരം മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, അതായത് മൊഡ്യൂൾ 3 അതിൽ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിൽ വരുന്നതാണ് ഏത് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്ക്രിപ്ഷനൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഇതിൽ നിന്ന് കാര്യമായിട്ട് നോക്കാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് നോക്കാം. അപ്പം എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ്? മോഡൽസ് ഓഫ് ടീച്ചിങ് ആർ ദ സ്പെസിഫിക് ഇൻസ്ട്രക്ഷണൽ പ്ലാൻസ് വിച്ച് ആർ ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദ കൺസേൺഡ് ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറീസ് അനുസരിച്ചിട്ട് നമ്മുടെ പ്ലാനിങ് ഡിസൈൻ, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കറിക്കുലം അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാണ് ഇത് മെയിനായിട്ട് ലക്ഷ്യമിടുന്നത്. It provides a comprehensive blueprint for curriculum to design instructional materials, planning the lesson plan. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിന് അനുസരിച്ചിട്ട് നമ്മൾ ലെസൺ പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ ടീച്ചർ പീപ്പിൾ റോൾസ് ആൻഡ് സപ്പോർട്ടിംഗ് എയ്ഡ്സ് ആൻഡ് സോ ഫോർത്ത്. അപ്പോൾ ടീച്ചർ ഒരു ലെസൺ പ്ലാൻ ചെയ്യും. ആ ലെസൺ പ്ലാനിങ് അനുസരിച്ചിട്ട് ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ കുട്ടികളുടെ റോള് അതൊക്കെയാണ് ഈ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്? ബ്രൂസ് ജോയ്സി ആൻഡ് മാർഷ വീൽ ഡിസ്ക്രൈബ്ഡ് എ മോഡൽ ഓഫ് ടീച്ചിങ് ആസ് എ പ്ലാൻ ഓർ പാറ്റേൺ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഷേപ്പ് ദ കറിക്കുല, ടു ഡിസൈൻ ദ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് ടു ഗൈഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ക്ലാസ് റൂം ആൻഡ് അതർ സെറ്റിങ്സ്. അപ്പോൾ ഇവിടെ കറിക്കുലം അനുസരിച്ചിട്ട് ഒരു നമ്മുടെ നമ്മളെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അത് ലെസൺ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മുടെ കുട്ടികളുടെ കോമ്പിറ്റൻസി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വിവിധ തരം മോഡൽസ് തയ്യാറാക്കി അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇപ്പം മോഡൽസ് എന്ന് പറയുമ്പം നമ്മളറിയാം, നമുക്ക് പല ചാർട്ട് അതുപോലെ തന്നെ പവർ പോയിന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ അത് ആണ് മെയിനായിട്ട് ഇവിടെ കുട്ടികളുടെ കോമ്പിറ്റൻസി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ലെസൺ പ്ലാൻ അതിനനുസരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുകയും അത് എങ്ങനെ തയ്യാറാക്കണം? ബേസ്ഡ് ഓൺ ദ ലേണിംഗ് തിയറീസ്. ഇപ്പോൾ ഒരുപാട് മോഡൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അത് പിന്നെ അടുത്ത ഓരോ വീഡിയോയിൽ ചെയ്യുമ്പോഴും പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ്? മോഡൽസ് ഓഫ് ടീച്ചിങ് ആർ ദ സ്പെസിഫിക് ഇൻസ്ട്രക്ഷണൽ പ്ലാൻസ് വിച്ച് ആർ ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദ കൺസേൺഡ് ലേണിംഗ് തിയറീസ്. ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് ബ്ലൂ പ്രിന്റ് ഫോർ കറിക്കുലം ടു ഡിസൈൻ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, പ്ലാനിംഗ് ലെസൺസ്, ടീച്ചർ പീപ്പിൾ റോൾസ്, സപ്പോർട്ടിംഗ് എയ്ഡ്സ് ആൻഡ് സോ ഫോർത്ത്. ആൻഡ് ബ്രൂസ് ജോയ്സി ആൻഡ് മാർഷ വിൽ ഡെവലപ്ഡ് ദ മോഡൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് മോഡൽ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒബ്ജക്റ്റീവിലൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് എന്താണ് ഫങ്ഷൻ ഓഫ് ടീച്ചിങ് മോഡൽ എന്ന് മനസ്സിലാക്കുക. അത് ഹെൽപ്പ് ഇൻ ഗൈഡിങ് ദ ടീച്ചർ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് ടെക്നിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദ ഹെൽപ്പ് ഇൻ ഗൈഡിങ് ദ ടീച്ചർ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് ടെക്നിക്സ്, സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഫോർ എഫക്റ്റീവ് utilization of teaching situations and material for realizing the objectives. അതുപോലെ തന്നെ they help in bringing about desirable changes in the behavior of the learners. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് കൊണ്ട് എന്താവും? ഇറ്റ് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ലേണർ. ലേണറുടെ ബിഹേവിയറൽ ചേഞ്ചസിന് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് പറയുന്നത്. They help in finding out ways and means of creating favorable environmental situation for carrying out teaching process.
പിന്നെയോ ദേ ഹെൽപ്പ് ഇൻ അച്ചീവിങ് ഡിസൈറബിൾ ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻ ഡ്യൂറിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത്? എഫക്റ്റീവ് ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻ നടക്കും. എഫക്റ്റീവ് ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻ അവിടെ നടക്കുകയും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുട്ടികളിൽ എത്തുകയും അവരിൽ നിന്ന് പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്? ക്ലാസ് എഫക്റ്റീവായി മാറും. അപ്പോൾ അതാണ് പറയുന്നത് ദേ ഹെൽപ്പ് ഇൻ അച്ചീവിങ് ഡിസൈറബിൾ ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻ ഡ്യൂറിങ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അതായത് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലീസ് ആണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, പേഴ്സണൽ ഫാമിലി, സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. അപ്പം അങ്ങനെ 4 തരം ഫാമിലീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, പേഴ്സണൽ ഫാമിലി, സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. അപ്പോൾ ദീസ് മോഡൽ ഹെൽപ്പ് ലേണർ ടു സീക്ക് ആൻഡ് മാസ്റ്റർ ഇൻഫർമേഷൻ, ഓർഗനൈസ് ഇറ്റ്, ബിൽഡ് ആൻഡ് ടെസ്റ്റ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു മോഡൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ എന്താണ് നടക്കുന്നത്? മോഡൽ ഹെൽപ്പ് ലേണേഴ്സ് ടു സീക്ക് ആൻഡ് മാസ്റ്റർ ഇൻഫർമേഷൻ. അപ്പോൾ അവർക്ക് നോളജ് അക്യൂർ ചെയ്യാനുള്ളൊരു ചാൻസും അതുപോലെ തന്നെ അതിനെ ഓർഗനൈസ് ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കൺസേൺഡ് വിത്ത് ഇൻ്റലക്ച്വൽ സ്കിൽസ് ആൻഡ് അക്വിസ്റ്റേഷൻ ഓഫ് നോളജ് ബൈ സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസ് ഡെവലപ്പ് ഇൻ്റലക്ച്വൽ സ്കിൽസ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നത്? ഇൻഡക്റ്റീവ് തിങ്കിങ്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്, അഡ്വാൻസ് ഓർഗനൈസർ. അപ്പോൾ ഇൻഡക്റ്റീവ് തിങ്കിങ്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്, അഡ്വാൻസ് ഓർഗനൈസർ ഇതൊക്കെ നമ്മൾ ബി.എഡിന് പഠിക്കുന്നതാണ്. ജസ്റ്റ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ എന്താണ് വരുന്നത്, എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് തിങ്കിങ്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്, അഡ്വാൻസ് ഓർഗനൈസർ. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. ചില സമയം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. അതായത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഇസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഫാമിലി. അപ്പോൾ എന്ത് പറയും? ഇവിടെ നിങ്ങളെ ഓപ്ഷൻസ് വരും. ഇൻഫർമേഷൻ, പേഴ്സണൽ, സോഷ്യൽ, ബിഹേവിയർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലാണ് വരുന്നതെന്ന്. അടുത്തത് പേഴ്സണൽ ഫാമിലി. സ്ട്രെസ് ഓൺ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇവിടെ ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മോർ കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഇവിടെ എന്താണ് എക്സാമ്പിൾസ് വരുമ്പോൾ നോൺ ഡയറക്റ്റീവ് ടീച്ചിങ്, ക്ലാസ് റൂം മീറ്റിംഗ് മോഡൽസ് എക്സെട്ര. അടുത്തത് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി. ഇവിടെയോ എംബസൈസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് capabilities or interpersonal relation. ഇവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്ലാസ് റൂമിൻ്റെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്കിൽസ് എക്സെട്ര. എക്സാമ്പിൾസ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി മെത്തേഡ്സ്, റോൾ പ്ലേയിങ്. ഇതെല്ലാം വരുന്നത് എവിടെ, ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി. സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി. അടുത്തത് behavior modification family. That is shaping behavior by manipulating stimulus, response and reinforcement. We can അതായത് നമുക്ക് കുട്ടികളുടെ ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ? കുറച്ച് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ അവർ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുത്തിട്ടില്ല നമുക്ക് അവരുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എക്സാമ്പിൾ സെൽഫ് കൺട്രോൾ, സ്ട്രെസ് റിഡക്ഷൻ, ഡയറക്റ്റ് ട്രെയിനിങ് മോഡൽ എക്സെട്ര. ഷേപ്പിംഗ് ബിഹേവിയർ ബൈ മാനിപ്പുലേറ്റിംഗ് സ്റ്റിമുലസ്, റെസ്പോൺസ് ആൻഡ് റീഎൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ്. അതിൽ വരുന്നത് ഇൻഡക്റ്റീവ് തിങ്കിങ്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ആൻഡ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് ഓർത്തിരിക്കണം. അടുത്തത് ഡിഫറെൻറ്റ് മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ ഇൻവെൻറ്റേഴ്സ് എന്ന് ഓർമ്മിക്കണം. ഇവിടെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണെങ്കിൽ ബ്രൂണർ, നമുക്കറിയാം ജെറോമസ് ബ്രൂണറാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഇൻഡക്റ്റീവ് മോഡൽ ഹിൽഡ ടാബ. ഇൻഡക്റ്റീവ് മോഡൽ ഹിൽഡ ടാബ. എൻക്വയറി മോഡൽ റിച്ചാർഡ് സുച്ച്മാൻ. ബയോളജിക്കൽ സയൻസ് എൻക്വയറി മോഡൽ ജോസഫ് ജെ സ്ക്വാബ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഓസിബൽ. ഇത്രയും ആണ് നമ്മുടെ ഇൻവെൻറ്റേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഇൻഡക്റ്റീവ് മോഡൽ, എൻക്വയറി ട്രെയിനിങ് മോഡൽ, പിന്നെ
ബയോളജിക്കൽ സയൻസ് ഇൻക്വയറി മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ തുടങ്ങിയവ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതായത് ഓരോ ഫാമിലീസിനെ പറ്റിയിട്ടും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.